മാല്യവാന്റെ വാക്യം. സരനായൊരു ശുകൻ പോയനന്തരം ഘോരനാം രാവണൻ വാഴുന്ന മന്ദിരേ വന്നിതു. രാവണമാതാവു തൻ പിതാ ഖിന്നനായി രാവണനെ കണ്ടു ചൊല്ലുവാൻ സൽക്കാരവും കുശല പ്രശ്നവും ചെയ്തു. രക്ഷോവരനു ഇരുത്തിയഥോചിതം കൈകസീതാതൻ മതിമാൻ വിനീതിമാൻ കൈകസീ നന്ദനൻ തന്നോടു ചൊല്ലുവൻ ഞാൻ തവ നല്ലതു പിന്നെ നീ എല്ലാം നിനക്കൊത്തവണ്ണം അനുഷ്ഠിക്ക. ദുർനിമിത്തങ്ങൾ ഈ ജാനകി ലങ്കയിൽ വന്നതിൽ പിന്നെ പലതുണ്ടു കാണുന്നു. കണ്ടീലയോ നാശഹേതുക്കളായി ദശകണ്ഠ പ്രഭോ നീ നിരൂപിക്ക മാനസേ. ദാരുണമായി ഇടിവെട്ടും നിതന്വഹം ചോരയും പെയ്യും നിതുഷ്ണമായത്രയും ദേവലിംഗങ്ങളിളകി വിയർക്കുന്നു. ദേവിയാം കാളിയും ഘോരദംഷ്ട്രാന്വിതം നോക്കുന്ന ദിക്കിൽ ചിരിച്ചു കാണാകുന്നു. ഗോക്കളിൽ നിന്നു ഖരങ്ങൾ ജനിക്കുന്നു. മൂഷികന്മാർ ജാരനോട് പിണങ്ങുന്നു. രോഷാൽ നകുലങ്ങളോടും അവണ്ണമേ പന്നകജാലം ഗരുഡനോടും തഥാ എതിർത്തിടാൻ തുടങ്ങുന്നു നിശ്ചയം. മുണ്ടനായി ഏറ്റം കരാള വികടനായി വർണ്ണവും പിങ്കല കൃഷ്ണമായി സന്തതം കാലനയുണ്ടു കാണുന്നിതെല്ലാടവും കാലമാപത്തിനുള്ളോന്നിതു നിർണയം. ഇത്തരം ദുർനിമിത്തങ്ങൾ ഉണ്ടായതിനത്രൈവ ശാന്തിയെ ചെയ്തു കൊള്ളണമേ. വംശത്തെ രക്ഷിച്ചു കൊള്ളുവാനേതുമേ സംശയമെന്നിയെ സീതയെ കൊണ്ടുപോയി രാമപാതയെ വച്ചു വന്ദിക്ക. വൈകാതെ രാമനാകുന്നതു വിഷ്ണു നാരായണൻ. വിദ്വേഷമെല്ലാം ത്യജിച്ചു ഭജിച്ചു കൊള്ളുക. അദ്വയനാം പരമാത്മാനമഭയം ശ്രീരാമപാദബോധം കൊണ്ടു സംസാരവാരിധിയെ കടക്കും ഇതു യോഗികൾ. ഭക്തി കൊണ്ട് അന്ധക്കരണവും ശുദ്ധമായി മുക്തിയെ ജ്ഞാനികൾ സിദ്ധിച്ചു കൊള്ളുന്നു. ദുഷ്ടനാം നീയും വിശുദ്ധനാം ഭക്തി കൊണ്ടൊട്ടുമേ കാലം കളയാതെ കണ്ടു നീ രാക്ഷസ വംശത്തെ രക്ഷിച്ചു കൊള്ളുക. സാക്ഷാൽ മുകുന്ദനെ സേവിച്ചു കൊള്ളുക. സത്യമത്രേ ഞാൻ പറഞ്ഞതു കേവലം പദ്യം നിനക്കിതു ചിന്തിക്ക മാനസേ. സാന്ത്വനപൂർവം ദശമുഖൻ തന്നോട് ശാന്തനാം മാല്യവാൻ വംശരക്ഷാർത്ഥമായി ചൊന്നതു കേട്ടു പുറാഞ്ഞു ദശമുഖൻ. പിന്നെയും മാല്യവാൻ തന്നോടു ചൊല്ലിനാൻ മാനസേ മാനവനായ കൃപണനാം രാമനെ മാനസേ മാനിപ്പതിനെന്തു കാരണം. മർക്കടാലംബനം നല്ല സാമർഥ്യമെന്നുൾക്കാമ്പിലോർക്കുന്നവൻ ജളനെത്രയും. രാമൻ നിയോഗിക്കയാൽ വന്നിതെന്നോട് സാമപൂർവം പറഞ്ഞു ഭവാൻ നിർണയം. നേരത്തെ പോയാലും ഇനി വേണ്ടുന്ന നാൾ ചാരത്തു ചൊല്ലിവിടുന്നുണ്ടു നിർണയം. വൃദ്ധൻ ഭവാൻ അതിസിദ്ധനാം മിത്രമിത്യുക്തികൾ കേട്ടാൽ പൊറത്തുകൂടാ ദൃഢം. ഇത്തം പറഞ്ഞ മാത്യന്മാരുമായി ദശവക്ത്രനും പ്രാസാദമൂർധിനി കരേറിനാൻ. യുദ്ധാരംഭം. വാനരസേനയും കണ്ടകമേ ബഹുമാനവും കൈക്കൊണ്ടിരിക്കും ദശാന്തരെ. യുദ്ധത്തിനായി രജനീചര വീരരസത്വരം തത്ര വരുത്തി വാഴുന്നിതു. രാവണനെ കണ്ടു കോപിച്ചു രാഘവദേവനും സൗമിത്രിയോട് വിൽവാങ്ങിനാൻ. 10 കിരീടവും കൈകളിരുപതും വൃത്രനോടൊത്ത ശരീരവും ശൗര്യവും 10 കിരീടങ്ങളും കുടയും നിമിഷാർദ്ധേന ഖണ്ഡിച്ച നേരത്തു രാവണൻ നാണിച്ചു താഴത്തിറങ്ങി ഭയം കൊണ്ടു വാണത്തെ നോക്കി ചിരിച്ചീടിനാൻ. നോക്കി ചരിച്ചീടിനാൻ. മുഖ്യപ്രഹസ്ത പ്രമുഖ പ്രവരന്മാരൊക്കവേ വന്നു തൊഴുതോരനന്തരം യുദ്ധമേറ്റിടുവിൻ കോട്ടയിൽ പുക്കളച്ചത്യന്ത ഭീത്യാ വസിക്കയില്ലത്ര നാം. ഭേരി മൃദംഗടക്കാപണവാനാഗദാരുണ ഗോമുഖാദ്യങ്ങൾ വാദ്യങ്ങളും വാരണാശ്വോഷ്ട്രഖരഹരി ശാർദൂല സൈരിഭസ്യന്തന മുഖ്യയാനങ്ങളിൽ ഖഡ്ഗശൂലേഷു ചാപപ്രാസതോര മുദ്ഗരയഷ്ടി ശക്തി ചുരികാദികൾ
ഹസ്തേ ധരിച്ചുകൊണ്ട് അസ്തഭീത്യാജവം യുദ്ധസന്നദ്ധരായി ഉദ്ധത ബുദ്ധിയോടബ്ധികൾ അദ്രികൾ ഉർവിയും തൽക്ഷണം ഉദ്ധൂതമായതു സത്യലോകത്തോളം. വജ്രഹസ്താശയിൽ പുക്കാൻ പ്രഹസ്തനും വജ്രദംഷ്ട്രൻ തഥാ ദക്ഷിണ ദിക്കിലും ദുശ്ചവനാരിയാം മേഘനാഥൻ തഥാ പശ്ചിമ ഗോപുരദ്വാരി നിന്നീടിനാൻ മിത്രവർഗാമാത്യ ഭൃത്യജനത്തോടും ഉത്തരദ്വാരി പുക്കാൻ ദശവക്ത്രനും നീലനും സേനയും പൂർവദിഗോപുരേ ബാലിതനേനും ദക്ഷിണ ഗോപുരേ വായുതനേനും പശ്ചിമ ഗോപുരേ മായാ മനുഷ്യനാം ആദിനാരായണൻ മിത്രതനയ സൗമിത്രി വിഭീഷണ മിത്ര സംയുക്തനായ ഉത്തരദിക്കിലും